ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് പൈനാപ്പിൾ വെച്ചുണ്ടാക്കുന്ന 2 റെസിപ്പീസാണ്. ഇത് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനത് പൈനാപ്പിൾ വെച്ചിട്ട് 2 ഐറ്റംസ് ഒറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. പൈനാപ്പിൾ ഗ്രിൽ ചെയ്തതും പൈനാപ്പിൾ പൊരിച്ചതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈനാപ്പിളിൻ്റെ തൊലി കളഞ്ഞിട്ട് എടുക്കുകയാണ്. അപ്പോൾ പൈനാപ്പിൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് ചെത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അത് ഇതേപോലെ കഷ്ണങ്ങൾ മുറിച്ചെടുക്കുകയാണ്. ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി കണ്ടോ കനത്തിൽ തന്നെയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. പൈനാപ്പിൾ പൊരിക്കുന്നതിന് കണ്ടോ ഇതേപോലെ നൈസായിട്ടാണ് എടുക്കുന്നത്. ഒരു കുഞ്ഞ കൈ വരുന്ന കണ്ടോ, എൻ്റെ മോനാണ്, ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ. അപ്പം അതെടുക്കാൻ വേണ്ടിയിട്ട് വരിക. അപ്പം ഞാൻ സമ്മതിക്കണ്ട, നമുക്ക് പിന്നെ കഴിക്കാം. പാപ്പുണ്ടാക്കട്ടെ കേട്ടോ. കണ്ടോ 2 ഇതായിട്ടാണ് മുറിച്ച് വെച്ചിട്ടുള്ളത്. ഈ പൈനാപ്പിൾ പൊരിച്ചതിന് എപ്പോഴും നൈസാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഗ്രില്ലിന് ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പം ആദ്യം പൈനാപ്പിൾ ഗ്രില്ല് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പാത്രം എടുത്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ 5 ഈർക്കിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് പൈനാപ്പിൾ ഗ്രില്ല് ചെയ്യണ മസാല ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഓരോ പൈനാപ്പിൾ പീസിൽ നമുക്ക് ഈ മസാല ഇങ്ങനെ പറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാ പൈനാപ്പിൾ പീസും ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാല പൈനാപ്പിളിലേക്ക് പറ്റി കൊടുക്കാം. പറ്റി കൊടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ എടുത്ത് വെച്ചിട്ട് ഇരിക്കില്ലേ, അതിൽ ആ ഇറുക്കിളി ഈ പൈനാപ്പിളിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കുത്തിയെടുക്കാം. അപ്പം അതേ ഞാൻ പൈനാപ്പിളിൽ ഇതൊക്കെ പരട്ടിയിട്ട് ഈ ഇറുക്കിളിയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം പൈനാപ്പിൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ ഇട്ട് കൊടുത്താലും മതി. ഞങ്ങൾക്ക് ബട്ടർ ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ സൺഫ്ലവർ ഓയിൽ ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബട്ടർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാവിടേക്കും കണ്ടോ ചെറുതായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഓരോന്ന് വെച്ച് കൊടുക്കാം. ആ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഞാൻ ഓരോന്നായിട്ട് വയ്ക്കുകയാണ്. അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഓരോ സൈഡ് ആകുമ്പോൾ മറിച്ച് കൊടുത്തിട്ട് ഗ്രിൽഡ് പൈനാപ്പിൾ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഓരോ സൈഡ് മറിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ മറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സൈഡ് ആവുന്നതിനനുസരിച്ച് നമുക്ക് മറിച്ച് കൊടുക്കാം. 2 സൈഡും മറിച്ചിട്ട് ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വേറെ പ്ലേറ്റിലേക്ക് പകർത്താണ്.
ഇനി 2 കൂടി ബാലൻസ് ഉണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നേരത്തെ ഇതുപോലെ ചുറ്റിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് ചിലപ്പോൾ നമ്മൾ മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നതല്ലേ, ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോകും. അപ്പോൾ അതിലെന്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഒരു സൈഡ് ആകുമ്പോൾ മറിച്ചിട്ടിട്ട് ഇതും ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാനതൊന്ന് മറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡ് ചെറുതായിട്ടൊന്ന് ആയി കഴിഞ്ഞാൽ വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് പാനിൽ നിന്ന് എടുക്കുകയാണ്. അപ്പം ഞാൻ പൈനാപ്പിൾ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പൈനാപ്പിൾ കിട്ടുമ്പോൾ ഇനി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം ഇനി പൈനാപ്പിൾ പൊരിച്ചത് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഉണ്ടാവും ഈ ഒരു കയ്യിലുണ്ട് ഇത്രയ്ക്ക് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു കയ്യിലുണ്ട് അത് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള പൈനാപ്പിളിൻ്റെ എണ്ണ അനുസരിച്ചിട്ടാണ് പൊടിയൊക്കെ എടുക്കുന്നത്. ഇനി കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഈ ഒരു കയ്യിലുണ്ട് ഇത്ര. ഇനി ഇത് ഇത്ര അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് സോഡാപ്പൊടി, ഒരു നുള്ളു ഉപ്പ്. അപ്പോൾ നമുക്കിനി ഇത് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മാവ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചാണ്. ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ മാവ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മാവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് പൈനാപ്പിൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കാം. അപ്പോൾ പൈനാപ്പിൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാന് ചൂടായി വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ പൈനാപ്പിൾ മുങ്ങണ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായി വന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കണ്ടോ പൈനാപ്പിൾ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാനിതൊക്കെ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഞാനിത് വെളിച്ചെണ്ണയിൽ നിന്ന് എടുക്കുകയാണ്. അപ്പം ഇനി 3 കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ മാവിൽ മുക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാനിത് മറച്ചിട്ട് കൊടുക്കുകയാണ്. ഇതായിട്ടുണ്ട്. ഞാനിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. അപ്പോൾ മാവ് കുറച്ചും കൂടി ബാക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ സവാള അരിഞ്ഞ് കൊടുക്കുന്നത്. 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അരിഞ്ഞ് വെച്ചിട്ട് കാണിക്കാം. അപ്പോൾ 2 സവാള ഇതുപോലെ അരിഞ്ഞ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മാവ് ഇച്ചിരി ലൂസാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടലമാവ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആണോ ഇതിപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിക്കാം. ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് അപ്പോൾ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവുന്നതിനനുസരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഞാനിത് വെളിച്ചെണ്ണയിൽ നിന്ന് എടുക്കുകയാണ്.
ഇങ്ങനത്തെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോഴേ എപ്പോഴും അതുപോലെ പഴംപൊരി ഇങ്ങനെ ബജ്ജി ഇതൊക്കെ ഇല്ലേ ഇപ്പം ഈ ഇങ്ങനത്തെ പൈനാപ്പിൾ പൊരി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇല്ലെങ്കിൽ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ കുടിക്കും. അപ്പം അതില്ലാണ്ടിരിക്കാനാണ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പം ഇതൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പൈനാപ്പിൾ കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി നോക്കണം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബാക്കി ഇങ്ങനെ മാവ് വരുമ്പോൾ ഇതുപോലെ സവാള ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് ചെയ്താൽ മതി. വെറുതെ വേസ്റ്റാക്കി കളയണ്ട. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.